വേശ്യകളുടെ വീട്ടിൽ പോയിരിക്കുന്നതും അവരോട് സംസാരിക്കുന്നതുമെല്ലാം അപകടകരമാണെന്ന് എനിക്കറിയാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മനസ്സിലൊരാശയം തോന്നിയത്, ഇവർക്ക് വേണ്ടിയിട്ടൊരു ഷെഡ് ആ കനാൽ ബണ്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ എങ്ങനെയെന്ന്. അങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഒരു ഷെഡ് ഉണ്ടാക്കി. ഒരു പൊളിഞ്ഞ വീടായിരുന്നു അത്. ആ ഷെഡിൽ ഇവരെ ഒരുമിച്ച് കൂട്ടാനും ഇവർക്ക് സിസ്റ്റേഴ്സിന് അവിടെ വരുമ്പോൾ ഇവരുമായിട്ട് സംസാരിക്കാനും ക്ലാസ് എടുക്കാനും അതുപോലെ ചർച്ച ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടൊരു ഷെഡ് പോലെ ഉണ്ടാക്കി. അതിന് സ്നേഹാലയം സോഷ്യൽ സെൻറ്റർ എന്ന് പേര് കൊടുത്തു. വലിയ സെൻറ്ററൊന്നുമല്ല, ഒരു കനാൽ ബണ്ടിലെ ഒരു ഷെഡാണിത്. അവിടെ ഇവർ ഒരുമിച്ച് കൂട്ടാനായിട്ട് പിള്ളേർക്ക് അവിടെ ഒരുമിച്ച് കൂടാം. ഒരു ക്യാരംസ് ബോർഡ് വാങ്ങിച്ചിട്ട് കൊടുത്തു. അങ്ങനെ യഥാർത്ഥത്തിലൊരു എനിക്ക് പ്രാർത്ഥനയുടെ അവസരത്തിൽ തോന്നിയ ഒരാശയമാണിത്. ഈ ആശയം പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ വന്നപ്പോൾ പലരും സഹായിച്ചു. വേറെ 1-2 സിസ്റ്റേഴ്സും ഇതേമാതിരി സാമൂഹ്യ പ്രവർത്തനത്തിൽ താല്പര്യമുള്ള സിസ്റ്റേഴ്സും ഇതുപോലെ തന്നെ അതിന് സഹകരിച്ചു. ഇങ്ങനെ ഷെഡുണ്ടാക്കി അതിൻ്റെ സ്നേഹാലയം സോഷ്യൽ സെൻറ്റർ എന്നതിന് പേര് കൊടുത്തു. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടാനും താല്പര്യമുള്ളവർക്ക് ഒരുമിച്ച് കൂടാനും കൗൺസിലിംഗ് നടത്താനും, പബ്ലിക്കായിട്ടുള്ള സ്ഥലമാണല്ലോ, കൗൺസിലിംഗ് നടത്താനും ഒക്കെ അവസരം കിട്ടി. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. തകർന്നവരുടെ അവരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുവാനും അവരെ സുഖപ്പെടുത്തുവാനും രക്ഷിക്കുവാനും എനിക്ക് കിട്ടിയ അവസരത്തെ ഓർമ്മിച്ച് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.